ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗ് കാണാം. നമുക്കിന്ന് പുറത്തേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ലുലുവിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ഈവനിങ് ടൈമിൽ ഒരു ടൈം വരെ പ്രത്യേകം ഒരു തിരക്കും ബ്ലോക്കും ആകെ ഒരു ബഹളവും ഒക്കെ ആയിരിക്കും റോട്ടിലാകെ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ച് പിന്നെ ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കേണ്ടവർ അതൊക്കെ വാങ്ങിച്ച് ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡ് നല്ല ഫ്രീ ആയിരിക്കും. അതുവരെ നല്ല തിരക്കായിരിക്കുമേ. അപ്പോൾ ആ ഒരു ടൈം കടന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതാകുമ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അല്ലെങ്കിൽ റോഡിൽ ആകെ ആൾക്കാരായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ മലയാളീസ് ആയിരിക്കും കൂടുതൽ. കാരണം മലയാളീസ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് നമ്മുടെ നാട്ടിലൊന്നും വീക്കെൻഡ് എന്ന് പറയുന്ന ഒരു ആഘോഷം അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന അവധി ദിവസങ്ങൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് മലയാളീസ് എല്ലാവരും വൈബാക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാനായിട്ടും ഫുഡ് കഴിക്കാനായിട്ടും കറങ്ങാനായിട്ടും ഒക്കെ ഇറങ്ങും. ഇപ്പോൾ പിന്നെ ചൂട് കുറഞ്ഞ് വരുന്ന ടൈം ആയതുകൊണ്ട് വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങാൻ നല്ല സുഖമാണ്. അപ്പോൾ ആൾക്കാർ വൈകുന്നേരം ടൈം ആകുമ്പോഴത്തേക്കിനും എല്ലാവരും ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ഫ്രണ്ട്സും ഒക്കെ കറങ്ങാനും ഒക്കെ ഇറങ്ങും. അപ്പോൾ പുറത്ത് നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളീസിൻ്റെ പേട്ടകെട്ടായിരിക്കും. അപ്പോൾ ആൾക്കാരെല്ലാവരും പുറത്തുള്ളതുകൊണ്ട് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ മലയാളീസിനെ കാണുമ്പോൾ. നമ്മുടെ നാട്ടിലല്ലെങ്കിൽ പിന്നെ നമുക്ക് മലയാളീസിനെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമല്ലേ. നമുക്ക് ചിലരെ കാണുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആരോ വന്ന് തോന്നും നമ്മളിങ്ങനെ പറയും. മലയാളീസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ തലമുടിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിത് ആ ലുലുവിലെത്തി അകത്ത് കയറി. ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ആ 2 ഷോപ്സും അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ആ പിങ്ക് കളറിൽ കാണുന്ന തൊപ്പി വെച്ച് ചേട്ടൻ നിൽക്കുന്ന കട മധുരൈ ജിഗർദണ്ടയുടെ ഷോപ്പാണ്. അടിപൊളി ജിഗർദണ്ട കിട്ടും. പിന്നെ ആ പച്ച ഷോപ്പിൽ നല്ല ബോബ ടീ കിട്ടും. അപ്പോൾ ബബിൾ ടീ അത് കിട്ടും. അപ്പോൾ അത് രണ്ടും ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. പിന്നെ ഞങ്ങൾ ലുലുവിൽ കയറി. ലുലുവിൽ എന്തോ ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ തന്നെ എന്തോ ഓഫറിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി അകത്തേക്ക് കയറി. അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കനും അതുമൊക്കെ വാങ്ങുക. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാം. ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുകയാണ് എൻ്റെ കെട്ടിയവൻ. അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിയല്ലോ ഈ ചോക്ലേറ്റും സ്വീറ്റും കുക്കീസും ഒക്കെ ഇരിക്കുന്നിടത്തൊക്കെ ചെന്ന് എത്താറുണ്ട്. അപ്പോൾ ഈ പച്ച ചിക്കൻ നമ്മൾ ഒരിക്കലും വാങ്ങാമല്ലോ കേട്ടോ, കൊള്ളത്തേ ഇല്ല. പിന്നെ ഇവിടെ കുറേ സാലഡ്സ് ഇന്ന് പുതുതായിട്ട് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. ഒരുപാട് സാലഡ്സ് ഇന്ന് വന്നിട്ടുണ്ട്. സാധാരണ വരുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ ദോശയുടെ അപ്പത്തിൻ്റെയും ബാറ്റർ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. മിൽമേടയാണ്. നമ്മളിവിടെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഉണ്ടെങ്കിലും ഈ മിൽമേടെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല നമുക്ക് എന്താ പറയുക, മായം ചേർക്കാത്തതാണ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഞങ്ങളൊരു അപ്പത്തിൻ്റെ ബാറ്ററും എടുത്തു, ഒരു ദോശയുടെ ബാറ്ററും എടുത്തു. അതാകുമ്പോൾ നമുക്കൊരു 2-3-4 ദിവസത്തേക്ക് കഴിക്കാൻ കാണും. പിന്നെ ഇത് ബോബി വീലിൻ്റെ ബീഫാണ് കേട്ടോ. ഇത് ലുലുവിൻ്റെ തന്നെ ബ്രാൻഡാണ്. ബോബി വീലിൻ്റെ ആ പച്ച കളറാണ് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറ്. പിന്നെ ചിരണ്ടിയ തേങ്ങ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതവിടെ ചക്കയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുന്നത്. എന്തോടോ നമ്മുടെ നാട്ടിൽ വെറുതെ കളയുന്ന സാധനം. പിന്നെ ഇന്ന് കുറേ ചിക്കൻ്റെ കുറേ ഐറ്റംസ് ഗ്രിൽഡ് ഐറ്റംസൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എന്തോ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ് സെക്ഷനിലൊക്കെ കുറേ ടിക്കാസും പിന്നെ മോമോസ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് പുറത്തെടുത്ത് വെച്ചിട്ട് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിയില്ല. നമ്മൾ ആ ചിക്കൻ്റെ ഐറ്റംസ് മാത്രമേ വാങ്ങിയുള്ളൂ. ആ ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ കുറച്ച് ഹമ്മൂസും കുബൂസും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കത് മതിയെന്നോർത്ത് നമ്മളത് മാത്രം വാങ്ങി. പിന്നെ നമ്മൾ സാധനമൊക്കെ ബില്ല് ചെയ്ത് പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളികളുടെ ആകപ്പാടെ ഒരു തിരക്ക് കാണും. അത് കഴിഞ്ഞാൽ പിന്നെ തിരക്കൊന്നും കാണില്ല. അപ്പം നമ്മൾ ആ തിരക്കിൻ്റെ അവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലൊക്കെ ഫുഡ് സ്പോട്ടുകളുണ്ടാവും ഇഷ്ടംപോലെ. പുറത്തിറങ്ങി കഴിയുമ്പം ഫുഡ് സ്പോട്ടുകളുടെ ബഹളമായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ മിക്കവാറും വരുമ്പോൾ ഷവർമയൊക്കെയാണ് വാങ്ങിക്കാറ്. ഇവിടുത്തെ ഷവർമയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് പകുതി മലയാളീസും ഒക്കെയുള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് മലയാളീസിൻ്റെ ഷോപ്പിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. മലയാളീസിനെ കാണുമ്പോഴും സന്തോഷമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്നുണ്ട്. എന്നാലും ലുലുവിൻ്റെ സൈഡിൽ എപ്പോഴും ഒരു തിരക്കുണ്ടാകും. കാരണം ആൾക്കാർക്ക് എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാൻ വരാൻ വേണ്ടി എല്ലാവരും ലുലു തന്നെയാണ് ഇവിടെ ആശ്രയിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ താഴെ വശത്തുള്ളൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടോ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ആ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ താഴ്വശത്ത് തന്നെ ഒരു നെസ്റ്റോടെ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റ്സൊക്കെ ഇന്ന് ഇട്ടിരിക്കുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം അതിൻ്റെ പണിയൊക്കെ തുടങ്ങിയതേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തി. ഇവിടെയാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇനി ഞാൻ കയറാൻ പോകുന്ന സൈഡിലേക്കാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വീഡിയോയിൽ നമുക്കിവിടെ താഴെ ഒരു ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉണ്ടെന്ന്. അപ്പം ഇവിടെയാണ് നമ്മുടെ ആ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാർഡൊക്കെ ടാപ്പ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഗേറ്റ് ഓപ്പൺ ആയി വരും.
അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ പല ടൈപ്പ് വണ്ടികളുണ്ട്. നമ്മൾ നാട്ടിൽ കാണാത്ത മോഡൽ പല വണ്ടികളും ഇവിടെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. നല്ല രസമാണ് ഇവിടെ വണ്ടികളുടെ പേരുകളൊക്കെ അറിയാവുന്നവർക്ക് ഇതൊരു ഭയങ്കര കൗതുകമായിരിക്കും. നമുക്ക് എല്ലാ വണ്ടിക്കും കറുത്ത കാറും ചുവല കാറും നീല കാറും അങ്ങനെയുള്ളൂ. എനിക്കങ്ങനെ വണ്ടീനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിയത്തുമില്ല, അങ്ങനെ ക്രേസും ഇല്ല വണ്ടികളെ പറ്റി. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി മോഡൽ വണ്ടികളൊക്കെ കാണാം. ഈ പാർക്കിങ്ങിൽ ചില ദിവസം നമ്മൾ വരുമ്പോൾ നമ്മൾ കാണാത്ത ടൈപ്പ് എന്തോ ഒരു വണ്ടികളൊക്കെ കിടക്കുന്ന കാണാം. അതിന് ഭയങ്കര പൊക്കമൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആ ചിക്കനെ ഒന്നും ചൂടാക്കാൻ തുടങ്ങുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയൊരു കുബൂസും എക്സ്ട്രാ ഒരു ചപ്പാത്തിയും കൂടെ എടുത്ത് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടത്തിൽ മയണൈസ് അല്ല ഹമ്മൂസ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഈ ഫുഡെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഫുഡാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഈ വേണ്ടാത്ത ഒരു ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നത്തില്ലയോ ഇത് വലിയ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു മൂവിയൊക്കെ കണ്ടു. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ സാധാരണ നെറ്റ്ഫ്ലിക്സോ പ്രൈമിലോ ഒക്കെ ഏതെങ്കിലുമൊക്കെ സിനിമയൊക്കെ കാണാറുണ്ട് അടുത്ത്. അങ്ങനെ സിനിമ കണ്ടു. പക്ഷേ ആ ഫുഡ് അത്ര സുഖമാവാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ വീടിൻ്റെ താഴ്വശത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ അതിനുവേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഈ താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ്. അത് മലയാളീസിൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഷോപ്പുകളാണ്. അപ്പം നമ്മളെപ്പോൾ ചെന്നാലും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ ആണ് എൻ്റെ ഫേവറേറ്റ് ആ കടയിൽ. അപ്പോൾ ഞങ്ങളത് കുടിക്കാനായിട്ട് പോകുന്നത്. ഞാനത് കുടിക്കും, ആൾ വേറെ എന്തെങ്കിലും കുടിക്കും. അപ്പോൾ ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയാസാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ കൂടുതലും ആൾക്കാരുടെ വീട്ടിലുള്ള ചെടികളെന്ന് പറഞ്ഞാൽ ഈ ചെമ്പകമില്ല, നമ്മുടെ വെള്ളപ്പൂവിൻ്റെ ചെമ്പകം, അരളി, പിന്നെ ബൊഗെയിൻവില്ല, ഇതാണ് ഇവിടുത്തെ മെയിൻ ചെടികൾ എല്ലാവരുടെയും വീട്ടിൽ. പിന്നെ ഈന്തപ്പന നമ്മുടെ നാട്ടിൽ മാവ് നിൽക്കുന്ന പോലെ എല്ലാവരുടെയും വീട്ടിലും കാണും. പിന്നെ അതാണ് ഇവിടുത്തെ മെയിൻ, ബൊഗെയിൻവില്ലയാണ് ഇവിടുത്തെ മെയിൻ ഇത്. പിന്നെ ചെമ്പകം, നല്ല വെള്ളപ്പൂവുള്ള ചെമ്പകം. ഇതൊക്കെ റെസിഡൻഷ്യൽ, ഇതൊക്കെ ഓരോ അറബീസിൻ്റെ ഒക്കെ വീടാണ്. നല്ല ഭംഗിയാണ് അവരുടെ വീടും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവരുടെ വീടിൻ്റെ പുറം വശത്ത് പ്രത്യേകിച്ച് ഫാസിനേറ്റിംഗ് ആയിട്ട് ഒന്നും ഇല്ലെങ്കിലും അവരുടെ വീടിൻ്റെ ആ ഗേറ്റൊക്കെ വല്ലപ്പോഴും ഒക്കെ തുറന്നൊക്കെ അവരിടുമ്പോഴത്തേക്കിനും അടിപൊളിയാണ്. അത് ആ കാണുന്ന കാലിഫോർണിയ പെറ്റ്സില്ലേ, അവിടെ ഇടയ്ക്ക് പട്ടിക്കുട്ടീനെ കുളിപ്പിക്കുന്നതും പൂച്ചക്കുട്ടീനെ പൂട വെട്ടുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞ നെസ്റ്റോ അവർ ലൈറ്റ്സൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട്. ഈ അടുത്ത ഏതോ ദിവസം അത് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ ആ നെസ്റ്റോൻ്റെ അവിടെ നമുക്കൊരു ട്രാഫിക് സിഗ്നൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ആ ജ്യൂസ് ഷോപ്പിലേക്കാണ് പോകുന്നത്. ഈ ബൗണ്ടി അറബ് സ്വീറ്റ്സിൽ നല്ല അടിപൊളി ചോക്ലേറ്റ്സ് കിട്ടും കേട്ടോ, ഡേറ്റ്സും ഒക്കെ കിട്ടും. അപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പല പല വണ്ടികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കൗതുകകരമായിട്ടൊരു വണ്ടി കണ്ടപ്പം അത് കാണിച്ചു തന്നാണ്. നമ്മളിതാ ഈ ജ്യൂസ് ലാൻഡിൽ നിന്നാണ് വന്ന് ജ്യൂസ് വാങ്ങിച്ചത്. ഇവിടെ കുറേ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ മൊയ്റ്റോസാണ്, അതിലത്തെ പാഷൻ ഫ്രൂട്ടാണ് എൻ്റെ ഫേവറേറ്റ് മൊയ്റ്റോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഷോപ്പ്. അവരുടെ ഡെലിവറിക്ക് പുതിയ ഷോപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവരൊരു ബൈക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഹോം ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കടയിലെ ചേട്ടൻ നമ്മളോട് പറഞ്ഞു അവർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വണ്ടി വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ വീട്ടിലേക്കൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത എന്തോ ഒരു സാധനവും പിന്നെ എൻ്റേത് കുറച്ച് വൈകിയാണ് കിട്ടിയത്. കാരണം ആദ്യം ആ ചേട്ടൻ ഓർഡർ മാറിപ്പോയി. അങ്ങനെ എൻ്റെ പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ അത് കഴിഞ്ഞിട്ട് വന്നു. അതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പയ്യെ നമ്മുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്ന് വീക്കെൻഡൊക്കെയാണ്, ഞങ്ങൾ ആ സിനിമ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും.